ശ്രീ മോഹൻ വർഗീസ്, ട്രംപിന്റെ അടുത്ത ലക്ഷ്യം ഇറാനാണോ എന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതിനുള്ള സാധ്യത ഇപ്പോഴുണ്ടോ? പക്ഷേ ഇറാനിൽ ഇപ്പോഴും പ്രക്ഷോഭം തുടരുകയാണ്, ജനകീയ പ്രക്ഷോഭം. ശ്രീ മഞ്ജുഷ്, സാമ്രാജ്യത്വത്തിന്റെ 21-ാം നൂറ്റാണ്ടിലെ മുഖമായി മാറിയിരിക്കുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അതുകൊണ്ട് ഒരു അഭിനവ ചക്രവർത്തി എന്ന നിലയിൽ തന്നെ, എംപറർ ഡൊണാൾഡ് ട്രംപ് എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും ഈ അടുത്ത സമയത്ത് വന്നിട്ടുള്ളത്. സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം വാങ്ങാൻ തയ്യാറായിരുന്ന വ്യക്തി പുതിയ മേഖലകളിൽ യുദ്ധത്തിൻ്റെ വിത്തുകൾ പാകുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സീരീസ് ഓഫ് ആക്രമണങ്ങളാണ് ഇൻ ദ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. അതിൽ ഒരുപക്ഷെ ആദ്യത്തേതാണ് യഥാർത്ഥ സൈനിക കടന്നുകയറ്റത്തിൻ്റെ ആദ്യ ഏടായി വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നത്. തീർച്ചയായും വെനിസ്വേലയിലാണ്. അതിനു മുൻപ് തന്നെ ഇറാൻ ബോംബിംഗ് നടത്തി എന്നത് വിസ്മരിക്കുന്നില്ല. ഇറാൻ്റെ ആണവ നിലയങ്ങൾ ഇസ്രായേൽ-ഇറാൻ യുദ്ധകാലത്തെ അമേരിക്ക ബോംബ് ചെയ്താണ് ആ യുദ്ധം അവസാനിപ്പിക്കുന്നത്. പക്ഷേ പുതിയ ഒരു കൊളോണിയൽ അധിനിവേശ സംസ്കാരം വരികയാണ് ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ. അതിന് മുൻകൂട്ടി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു വെച്ചു, അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് അധികാരം ഏറ്റെടുത്തുകൊണ്ട് ട്രംപ് ലോകത്തോടായി പറഞ്ഞ കാര്യങ്ങളിൽ ഗ്രീൻലൻഡ് ഉണ്ട്, കാനഡ ഉണ്ട്, പാനമ കനാൽ ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളുമുണ്ട്. അതിൽ ഒന്നൊന്നായി ഒരു വശത്ത് നിന്ന് പൊളിച്ചാട്ടയ്ക്ക് തുടങ്ങുകയാണ് എന്ന് തോന്നാം. പക്ഷേ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഇറാനും, ഗ്രീൻലാൻഡിനെ നമുക്ക് മാറ്റി നിർത്താമല്ലോ. യൂറോപ്യൻ രാജ്യങ്ങളുടെ ശക്തമായ ഒറ്റക്കെട്ടായുള്ള നീക്കം അതിനെ ചെറുക്കാനായിട്ടുണ്ടാവും. ഇതിനെല്ലാം ഒരു കോമൺ പാറ്റേൺ ഉണ്ട്. കാനഡ ഈസ് മിനറൽ റിച്ച്, ഗ്രീൻലൻഡ് ഈസ് ഐസ് ഉറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്, പക്ഷേ എക്സ്ട്രീംലി ഹൈ ക്വാണ്ടിറ്റി ഓഫ് മിനറൽസ് ആൻഡ് മെറ്റൽസ് അതുള്ള സ്ഥലമാണ്. മഞ്ഞ് കൂമ്പാരമായ വലിയ ദ്വീപായ ഗ്രീൻലൻഡ് സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആണ്. അവിടെയുള്ള റഷ്യൻ ആധിപത്യം തകർക്കാൻ അമേരിക്കയ്ക്ക് അവിടെ സ്ട്രാറ്റജിക് ഫുട് ഹോൾഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതുകൊണ്ട് അമേരിക്ക പറയുന്നതിനകത്ത് അമേരിക്കയ്ക്ക് ഉള്ളിൽ ഒരു യുക്തിയുണ്ട്. അത് മാത്രമല്ല, മൺറോ ഡോക്ട്രിൻ്റെ ഒരു വിശാലമായ പതിപ്പ് ഇപ്പോൾ പറയുന്നത് ഡോൺ റോ ഡോക്ട്രിൻ എന്നാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ ഡോക്ട്രിനാണ്. 200 വർഷം മുൻപുള്ള 1883 മൺറോ ഡോക്ട്രിനെ ലോകവ്യാപകമായി ബാധിക്കുകയാണ്. അമേരിക്കയ്ക്കെതിരെ സ്ട്രാറ്റജിക് ത്രെട്ട് ഏത് ഭാഗത്തു നിന്ന് വന്നാലും, അത് ലാറ്റിൻ അമേരിക്കൻ ഭാഗം മാത്രമല്ല, എവിടെ നിന്ന് വന്നാലും അവിടെ കടന്നു കയറി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കും എന്ന തീരുമാനത്തിലാണ്. അതിൻ്റെ ഭാഗമായി ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് വെനിസ്വേല എന്ന് പറയേണ്ടി വരും. കാരണം ക്വിക്ക് 30 മിനിറ്റിനുള്ളിൽ അമേരിക്ക പറയുന്നത് മുഖവിലേക്ക് എടുക്കാമെങ്കിൽ കേവലം 30 മിനിറ്റിനുള്ളിൽ തന്നെയാണ് ആ സൈനിക ഡെൽറ്റ ഫോഴ്സിൻ്റെ ഓപ്പറേഷൻ വെനിസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിൽ മാസങ്ങളുടെ ആസൂത്രണമുണ്ടായിരുന്നു. CIA ഏജൻസ് മാസങ്ങൾക്ക് മുൻപ് തന്നെ, ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസം തന്നെ വെനിസ്വേലയിൽ കടന്നു കയറി വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്ത് വെനിസ്വേലയിലെ സുരക്ഷാ സംവിധാനത്തിൻ്റെ മുഴുവൻ നിയന്ത്രണം അവർ ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ്, പ്രസിഡന്റിൻ്റെ അറിവില്ലാതെ ഇതെല്ലാം സമാന്തരമായി നടന്നു. സമാനമായ രീതിയിൽ ഇറാനുള്ളിൽ, ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഇറാനാണല്ലോ, ഇറാനുള്ളിലേക്ക് കടന്നു കയറി ഇസ്രായേൽ മുൻകാലത്തെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതുകൊണ്ടാണ് ഇറാൻ്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ അവിടെ വെച്ച് വധിക്കാൻ കഴിഞ്ഞത്, ചില മുൻ സൈനിക മേധാവിമാരെ വധിക്കാൻ കഴിഞ്ഞത്. സമാനമായ രീതിയിൽ അമേരിക്കയുടെ CIA ഇറാനിൽ ഏറെക്കാലമായി പ്രവർത്തനത്തിൽ സജീവമാണ് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ എന്നത് അത്ര സാധ്യമാകുന്ന ഒരു കാര്യമല്ല, ക്ഷിപ്രസാധ്യമാകുന്ന കാര്യമല്ല. കാരണം ഇറാൻ ഒരു വലിയ രാജ്യമാണ്, ഒരുപാട് ബഹുഘാതം അകലെ കിടക്കുന്ന രാജ്യമാണ്, ജിയോ സ്ട്രാറ്റജിക്കലി വളരെ ബുദ്ധിമുട്ടാണ്, അമേരിക്കയുടെ ബാക്ക് യാർഡിൽ കിടക്കുന്ന ഒരു രാജ്യമല്ല. അമേരിക്കയ്ക്ക് ഏതാണ്ട് 9-ലധികം വിശാലമായ താവളങ്ങൾ പശ്ചിമ മേഖലയിലുണ്ട്, വെസ്റ്റ് ഏഷ്യയിലുണ്ട്. അവിടെ നിന്നും റൂട്ട് ചെയ്യാവുന്ന ഒരു മേഖലയാണ് ഇറാൻ. അതുകൊണ്ടാണ് തന്ത്രപ്രധാനമായ താവളങ്ങളുടെ കൂടുതൽ, അത് പാകിസ്ഥാൻ ഉൾപ്പെടെ പുതിയ താവളങ്ങൾ വേണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത ലക്ഷ്യം ഇറാൻ ആണ് എന്ന കാര്യത്തിൽ കാര്യമായി സജിമോൻ ആന്റണി ചേരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.